ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനും വിഷ്ണുവും കൂടെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത്? കാറ് പോകുന്നുണ്ട്. ഞാനും വിഷ്ണുവും കൂടെ ചുമ്മാ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതായിരുന്നു. അപ്പം ഞാനിങ്ങനെ വിഷ്ണുവിനോട് ചോദിച്ചു എന്താ രാത്രി കഴിക്കാൻ വേണ്ടതെന്ന്. അപ്പോൾ വിഷ്ണു എന്താ പറഞ്ഞത്? വിഷ്ണു വെള്ളക്കൊടയൊക്കെ ചൂടിയിട്ട് അപ്പോൾ വിഷ്ണു പറഞ്ഞു ഷവർമ്മ മതിയെന്ന്. അപ്പോൾ ഷവർമ്മ എന്തായാലും ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കണതെന്ന്. ഷവർമ്മ എന്നൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും നാട്ടിൽ കിട്ടുന്ന ഷവർമ്മയാണ്. അല്ല, ഇത് വളരെ ഈസി ആയിട്ട് പ്രവാസികൾക്ക് പ്രത്യേകിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷവർമ്മയാണ്. കാരണം നാട്ടിൽ കിട്ടുന്ന ഷവർമ്മ ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടി കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. അപ്പോൾ അതിന് ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നുണ്ട്. രാത്രി ദീപ ചേച്ചി വരുന്നുണ്ടായിരിക്കും. 1-2 വീഡിയോസ് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. കണ്ടോ സൈക്കിളോട്ട് പോകുന്ന. ഇവിടെ ആക്ച്വലി ഓട്ടം സീസണാണ് കേട്ടോ. ഇപ്പോൾ ഓട്ടം സീസൺ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നല്ല പച്ച കളർ ഇലയൊക്കെ അതൊക്കെ പഴുത്തോളും. മൂപ്പര് കുറച്ച് ലേറ്റാണ്. അപ്പോൾ ഓൾമോസ്റ്റ് കുറേ ചെടികളൊക്കെ മഞ്ഞ കളറായി. കണ്ടോ, കള്ളം പറഞ്ഞതല്ല, സത്യമാണ്. അപ്പോൾ എല്ലാം മഞ്ഞ കളറായി. ഇനി അതെല്ലാം പൊഴിഞ്ഞ് എല്ലും തോലുമായി തീരും. അയ്യോ, അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് ആൽബർട്ടൈനിൽ പോയിട്ട് ചിക്കൻ മേടിക്കണം. പിന്നെ ഞാൻ എൻ്റെ ഷവർമ്മയിൽ എല്ലാ വെജിറ്റബിൾസും ഇടും. പ്രോട്ടീൻ റിച്ച് ഷവർമ്മയാണ്. ഓക്കെ, സോ അതിന് വേണ്ട കുറച്ച് സാധനങ്ങൾ മേടിക്കണം. സോ ആൽബർട്ടൈൻ ഷലോ. ഒരു സൈക്കിൾ ഒരു കാറായിട്ട് ഇടിക്കുക എന്തോ സംഗതി ഉണ്ടായിട്ടുണ്ട്. സോ ആംബുലൻസ് ഒക്കെ വന്നിട്ട് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആൽബർട്ടൈനിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. ഇവിടെ ഇപ്പോൾ ഡേ ലൈറ്റ് സേവിങ് തീർന്നു. അതുകൊണ്ട് 1 മണിക്കൂർ പിന്നിക്കായി. ഇപ്പോൾ ഇന്ത്യയും ഇവിടെയും തമ്മിൽ 4.5 മണിക്കൂർ വ്യത്യാസമായി. മുന്നേ 3.5 മണിക്കൂറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇപ്പോൾ കണ്ടോ പെട്ടെന്ന് ഇരുട്ടാവാൻ തുടങ്ങി. ഇപ്പോൾ സമയം 4:30 ആയിട്ടേ ഉള്ളൂ. പക്ഷെ നാട്ടിലെ ഒരു 6:30-7 മണി പോലെയായി. ഇതിനേക്കാളും നേരത്തെ ഇനി ഇരുട്ടാവും. ഒരു 2 മാസം കൂടെ കഴിയുമ്പോൾ ഉച്ചയ്ക്ക് ഒരു 3-3:30 ആകുമ്പോഴേക്ക് അത്യാവശ്യം നല്ലോണം ഇരുട്ടാവും. എനിക്കിവിടുത്തെ വിൻ്റർ ഇഷ്ടമല്ല, ഒരു രസമില്ല. സമ്മർ എന്ത് രസമാണ്, നമുക്ക് പുറത്ത് പോവാം, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. വിൻ്ററായ ഈ കണ്ട ആഭരണങ്ങൾ മുഴുവൻ എടുത്തിടുമ്പോഴേക്ക് തന്നെ ഒരു സമയം ആവും. എന്തെങ്കിലും ഒരു 2 സാധനം വാങ്ങിക്കാൻ പുറത്ത് പോകണമെങ്കിൽ കണ്ട കോട്ടും ജാക്കറ്റും ചെരുപ്പും ഷൂസും ഒക്കെ കെട്ടി വലിച്ച് പോകുമ്പോഴേക്ക് പോണ്ടാന്നാവും. പിന്നെ ഗൈസ്, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്രയായി വിഷ്ണു? ഒരു മൈൽ സ്റ്റോൺ ഹിറ്റ് ചെയ്യാണ്. പറ. യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര ഏകദേശം? 1 വർഷം. യെസ്, 1 വർഷം ആവാനായി. 1 വർഷം ആവാനായി യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. ഞാനിത് സ്റ്റാർട്ട് ചെയ്യാൻ 1 വർഷത്തിൽ കൂടുതലായി. പക്ഷെ ആക്റ്റീവായിട്ട് 1 വർഷമായി. എന്നാലും ഭയങ്കര ആക്റ്റീവ് ഒന്നല്ല, ഇത്രയെങ്കിലും ആക്റ്റീവായിട്ട് 1 വർഷമായി. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എൻ്റെ ബർത്ത്ഡേ ഞാൻ ആദ്യം വ്ളോഗ് എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. നോക്കിയപ്പോൾ ഉണ്ടല്ലോ വിഷ്ണു ഒന്നും ചെയ്യുന്നില്ല. ഓർമ്മ ഉണ്ട് വിഷ്ണു കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ? കേക്ക് ആരാ വാങ്ങിയേ? മറ്റേ വീട് ഫുൾ ഡെക്കറേറ്റ് ചെയ്താരാ? ഫുൾ ബലൂൺസ് ഇട്ടതാരാ? അപ്പോൾ വിഷ്ണുവിന് ആക്ച്വലി ഞാൻ ചെയ്യാനൊരു ചാൻസ് കൊടുക്കാത്തായിരുന്നു. വിഷ്ണു വരുമ്പോഴേക്ക് ഞാൻ തന്നെ വൈൻ ബോട്ടിലും കേക്കും ബലൂൺസും ഒക്കെ വാങ്ങിച്ചു വെച്ചു. കഴിഞ്ഞ ബർത്ത്ഡേക്കാണ് വിഷ്ണു എനിക്ക് ഈ ഫോൺ ഗിഫ്റ്റ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ ഉപയോഗിക്കുന്ന iPhone 11 കഴിഞ്ഞ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഗിഫ്റ്റായിരുന്നു. സോ ഈ പ്രാവശ്യത്തെ ബർത്ത്ഡേ ഞാൻ തീരുമാനിച്ചു ഞാനൊന്നും ചെയ്യില്ല. കാരണം പല ആൾക്കാർക്കും ഇവിടെ സെലിബ്രേഷൻസ് വിശ്വാസമല്ല. അപ്പം ഞാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ വ്ളോഗ് എടുക്കാൻ പോകുന്നുണ്ട് അന്ന്. നിങ്ങളെന്താ ചെയ്യാന്നുള്ളത് കേട്ടോ? വ്ളോഗിൽ വെറുതെ ഞാൻ ഇരിക്കുന്നതായിരിക്കുമോ? ഞാൻ ചെയ്യരുത് കേട്ടോ, വിഷമം എനിക്ക് കേട്ടോ. എൻ്റെ പിറന്നാൾ കഴിഞ്ഞു. ഇന്നലെ ആയിരുന്നു എൻ്റെ പിറന്നാൾ. അങ്ങനെ എൻ്റെ വയസ്സ് ഒന്നും കൂടെ കൂടിയിരിക്കുകയാണ്. മലയാളം മാസത്തിൽ, ഇംഗ്ലീഷ് മാസത്തിൽ ഒന്നും കൂടെ കൂടാൻ വേണ്ടിയിട്ട് 1 ആഴ്ച കൂടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഹ്രോൺ ഓഫ് എത്തിയിരിക്കുകയാണ്.
പുറത്ത് നമ്മളങ്ങനെ മാസ്ക് ഇടാറില്ല, കാരണം അത്ര തിരക്കില്ല പുറത്ത്. പക്ഷേ ഇൻഡോറിൽ ഇപ്പം എന്തായാലും നമ്മൾ മാസ്ക് ഇടാറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ട് നല്ലോണം കൂടുന്നുണ്ട്. പിന്നെ ഇപ്പം മാസ്ക് കമ്പൽസറിയാണ് കുറച്ച് എന്താ പറയുക തിരക്കുള്ള സ്ഥലത്ത്. മുന്നേ ഇതുവരെ നെതർലൻഡ്സിൽ മാസ്ക് കമ്പൽസറി ആയിരുന്നില്ല. നമ്മളിതുവരെ ഫാഷനബിൾ ആയിട്ടുള്ള മാസ്ക് ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ. എനിക്കെന്തോ ഒരു ചെറിയ വിശ്വാസക്കുറവ്. ഞാനിപ്പോഴും സർജിക്കൽ മാസ്ക്, ആ 3 ലെയർ വരുന്ന മാസ്ക് ഇല്ലേ, അതാ ഇടാറ്. ചിലപ്പോൾ എനിക്ക് മാറണം എന്ന ആഗ്രഹമുണ്ട്. എൻ്റെ മെൻ്റൽ ബ്ലോക്ക് മാത്രമാണ് കേട്ടോ ക്ലോത്ത് മാസ്കിക്ക് മാറാത്തത്. വിഷ്ണു എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഹ്രൂൺ ഓഫ് നമ്മുടെ നാട്ടിലൊക്കെയുള്ള ഇങ്ങനെ മിനി മോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് കേട്ടോ. ജംബോ ആൽബർട്ടൈൻ, ക്രൗഡ് ഫാത്ത് അങ്ങനത്തെ കുറേ കടകളൊക്കെ ഉണ്ട്. ജംബോ ആൽബർട്ടൈനൊക്കെ സൂപ്പർ മാർക്കറ്റാണ്. സോ അതിൻ്റെ ഫ്രണ്ടിലൊക്കെ അതേ ഇങ്ങനെ നമുക്ക് ചെടികൾ വാങ്ങിക്കാൻ വേണ്ടി കിട്ടും. ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ എനിക്ക് തോന്നിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വയ്ക്കുന്ന ചട്ടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അതിന് സെപ്പറേറ്റ് പേ ചെയ്യണം അല്ലെങ്കിൽ. അങ്ങനെ നമ്മൾ ഇന്ന് മീൻ വാങ്ങിക്കാൻ പോവുകയാണ്. ഇവിടെ അധികം ഫ്രോസണാണ് വാങ്ങിക്കാറ്, പക്ഷേ ഇന്ന് ഇവിടെ നിന്ന് ഫ്രഷ് ആയിട്ടുള്ളത് കിട്ടി. ആൽബർട്ടൈനിൽ പോവുക. ഇപ്പോൾ കൗണ്ട് കൂടിയോണ്ട് എല്ലാവർക്കും സെപ്പറേറ്റ് ട്രോളീസ് വേണം. അതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഓരോ ട്രോളി വേണം. എടുത്തോളൂ. ഇത് വേണോ അതോ മറ്റേത് വേണോ? ബില്ല് ചെയ്യണോ നമ്മള്? എടുത്തില്ല. നമുക്ക് ബോണസ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് സെൽഫായിട്ട് ബില്ല് ചെയ്യാനുള്ള മെഷീൻ നമുക്ക് എടുക്കാം. ഈ പ്രാവശ്യം എടുത്തില്ല. ഇത് ഹാലോവിൻ്റെ സംഗതികളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴേക്ക് ഹാലോവിൻ തീർന്നു കേട്ടോ. ഇത് നമ്മുടെ ചിക്കൻ ഇരിക്കുന്ന സെഷൻ. അപ്പോൾ ഷവർമ ഉണ്ടാക്കാൻ എന്തായാലും ചിക്കൻ ആവശ്യമാണല്ലോ. അപ്പോൾ ഫില്ലറ്റ് വാങ്ങിക്കാൻ പോവാണ്, കിപ്പ് ഫില്ലറ്റ്. അപ്പോൾ ഇതിൽ ബോണൊന്നും ഉണ്ടായിരിക്കില്ല, ചുമ്മാ എടുത്ത് വേവിച്ച് ചെയ്താൽ മതി. ഇത് ആൽബർട്ടൈനിൽ നമ്മുടെ ബിയറുള്ള സെഷനാണ്. ഇവിടെ ആൽക്കഹോളുള്ള ബിയറും ആൽക്കഹോൾ ഇല്ലാത്ത ബിയറും ഒക്കെ ഉണ്ട്. നമ്മുടെ നെതർലാൻഡ്സിൻ്റെ പുതിയ റൂൾസ് പ്രകാരം ഈ കൗണ്ടൊക്കെ കൂടുകൊണ്ട് ഓരോ ആഴ്ചയും ഒരു റൂൾസൊക്കെ മാറ്റുന്നുണ്ട്. അത് പ്രകാരം ഇപ്പോൾ രാത്രി 8 മണിക്ക് ശേഷം ഇവർ ആൽക്കഹോൾ ഒന്നും സൂപ്പർ മാർക്കറ്റിലാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ മദ്യത്തിൻ്റെ മാത്രമായിട്ടുള്ള കടയിലാണെങ്കിലും അവർ സെല് ചെയ്യാറില്ല. ഇതിപ്പോൾ നമ്മൾ ജിഞ്ചർ ബിയർ പോലത്തെ ബിയറാണ് എടുക്കുന്നത്. ഷുഗറാ? കഴിഞ്ഞ പ്രാവശ്യത്തെ ക്രിസ്മസ് വ്ളോഗിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു, ക്രിസ്മസ് ആയി കഴിഞ്ഞാൽ ഇവിടെ അതേ ഒരുപാട് ഡെക്കറേറ്റീവ് സാധനങ്ങളും ലെറ്റർ ചോക്ലേറ്റ്സും ഒക്കെ വരും. സോ ഇപ്പോൾ നവംബറായി, ഒക്ടോബർ എൻഡോട് കൂടിയാണ് ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ചോക്ലേറ്റ്സ് വാങ്ങിക്കാനുണ്ട്. ഞാൻ നാട്ടിലോട്ട് വരുമ്പോൾ ഇതൊക്കെ ഞാൻ കൊണ്ടുവരുന്നതാണ്. ഓക്കെ. ഇത് ഇപ്പോൾ ആൽബർട്ടൈനിൽ നടക്കുന്ന ഒരു കിഡ്ലൻ സ്കീമാണ്. അതായത് 60 സ്റ്റിക്കേഴ്സ്. അതൊരു ഭയങ്കര ഇതായിപ്പോയി. 60 സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള സാധനങ്ങൾ ബോണസ് എമൗണ്ടിൽ വാങ്ങിക്കാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ സെൽഫ് ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഞാൻ ഈ കാണുന്ന ഒരു യെല്ലോ കാർപ്പറ്റാണത്. പക്ഷെ അത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു, കാരണം പല കൊളാബറേഷൻസിനും വേണ്ടിയിട്ട് എനിക്ക് പ്രൊഡക്ട്സ് നല്ല എൻഹാൻസ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ മുകളിൽ ബാർകോഡ് ഉണ്ടായിരുന്നില്ല. സോ പുള്ളി സർവീസ് സെൻ്ററിലേക്ക് വിളിച്ച് ചോദിക്കുക അതിന് എത്രയാണെന്നൊക്കെ. അവസാനം നമ്മളതിനൊരു €5 പേ ചെയ്തു. പിന്നെ നമ്മുടെ ബില്ല് ഇവിടെ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ പുറത്തോട്ട് പോകുന്നത്. കണ്ടോ, സ്റ്റിക്കേഴ്സ് കിട്ടി എനിക്ക്. ഇത് 60 എണ്ണം കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ളത് കിട്ടും. ഞാൻ ഓൾറെഡി ഒരു കാസ്റ്റ് അയണിൻ്റെ പാൻ വാങ്ങിച്ചിട്ടുണ്ട്. പുതിയ റൂൾസിൻ്റെ ഇത് വെച്ചിട്ട് നമ്മൾ അകത്തുനിന്ന് കാർട്ട് എടുക്കണം, പുറത്ത് നമ്മളത് കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം. അയ്യോ, അതിൻ്റെ അടുത്ത് കുടയുണ്ടല്ലോ, നമ്മൾ എടുത്തായിരുന്നില്ലേ? യെസ് എടുത്തായിരുന്നു. ഞാൻ പെട്ടെന്ന് വിചാരിച്ചു അത് എടുത്തില്ല. ഞാൻ അത് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതെ, ഞങ്ങൾ സാധനങ്ങൾ വാങ്ങി തിരിച്ച് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ല ഇവിടെ ഇരുട്ടാവുന്നു. ഇവിടെ ഇപ്പോൾ സമയം 5:30 ആയിട്ടേ ഉള്ളൂ. കണ്ടോ, നല്ല ഇരുട്ടായി. ഇതിൽ കുറച്ചും കൂടെ വെളിച്ചം കാണാനുണ്ട്, പക്ഷെ നേരിട്ട് ഒട്ടും വെളിച്ചമില്ല, നല്ല ഇരുട്ടായി. ഇതാ വിഷ്ണു. ഈ മാസ്ക് ഇട്ട് വർത്താനം പറയുമ്പോൾ ഇത് തലയിൽ തൊപ്പിയും മുഖത്ത് മാസ്കും കൂടെ ആകുമ്പോൾ ഈ കണ്ണോ സൈഡിൽ കൂടെ പണി ഇയാളെ വിചാരിച്ചു എനിക്ക് പ്രാന്താണ്. ഫുൾ ഇല വീണിക്കുന്നു, കണ്ടോ? കുറച്ചും കൂടെ ബാക്കിയുള്ളൂ. ഞാൻ നേരത്തെ തള്ളിയതല്ല, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് ആക്ച്വലി എത്ര ഇല കൊഴിഞ്ഞാലും ഞാൻ കണ്ടിട്ടുള്ളത് യൂഷ്വലി 2 ദിവസം കൂടുമ്പോൾ ഒരു ക്ലീൻ ചെയ്യുന്നതാണ്. ഇത് പക്ഷേ എന്താ അവർ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല തോന്നുന്നു. കുറച്ച് ക്ലീൻ ഇല്ലാതെയാണ് കിടക്കുന്നത്. കണ്ടോ, ഇതിൻ്റെ മുകളിലൊക്കെ ഫുൾ ഇതായിട്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഫ്ലാറ്റിലെത്തി. ഇതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലാണ് നമ്മുടെ ഫ്ലാറ്റുള്ളത്. ഇവിടെ ഒരു പുതിയ ചെയർ കണ്ടോ, അത് ഇവർ പുതുതായി കൊണ്ട് പ്രതിഷ്ഠിച്ചതാണ് കേട്ടോ. ഇതൊക്കെ ഞാൻ എന്താണ് ഇവിടെ പറയുന്നത്? ഇപ്പൊ തന്നെ നോക്കണോ? ഇതാട്ടോ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ ശരിക്കും. അപ്പം നമ്മൾ വിചാരിച്ചിരുന്നു നമ്മുടെ എന്താ പറയുക ഫ്ലാറ്റ് നമ്പറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ് നമ്മുടെ കാർ പാർക്കിംഗ്.
അപ്പോൾ അവിടെ ഇന്നൊരു കാറ് പാർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യാനൊക്കെ വേണ്ടി നിൽക്കുകയായിരുന്നു. പിന്നെയാണ് ഇവിടെ മുന്നേ നിന്നിരുന്ന ആൾക്കാരെ നമ്മൾ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ നമ്മുടെ നമ്പർ അതല്ല, വേറെ ഏതോ നമ്പറാണ്. വിഷ്ണുവിന് ഇഷ്ടമല്ല വിഷ്ണുവിൻ്റെ കാർ പാർക്കിങ്ങിൽ, അതായത് കാർ പാർക്ക് ചെയ്യുന്നത് അല്ല വിഷ്ണു. വിഷ്ണു ചെക്ക് ചെയ്യാൻ പോവാ ഇവിടെ. ആ എന്താണ് ഉണ്ടോ? സമാധാനമായോ? ആ എൻ്റെ കയ്യിലെ കൊടയൊക്കെ നിവർന്നു. ഒരു ബുദ്ധിമുട്ട് കണ്ടോ? അപ്പം ഞങ്ങൾ കൈ സാനിറ്റൈസ് ചെയ്തിട്ട് കൈ കഴുകട്ടെ, കാരണം പ്രോപ്പർലി സാനിറ്റൈസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വീണ്ടും കാണാം. ഗൈസ് ഐ എം ബാക്ക്. ലൈറ്റ് ഇട്ടായിരുന്നു ഞാൻ. ആക്ച്വലി ഇപ്പം തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നില്ല. പക്ഷേ എന്താ പറയുക, ഞാൻ ഒരു കാര്യം കുറേ ആയിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോളോവേഴ്സ് കൂടുതൽ ലേഡീസാണ്. സോ എപ്പോഴും അവർക്ക് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കുറച്ച് കാര്യം പറയണമല്ലോ. സോ ഞാൻ മുന്നേ എൻ്റെ വാട്ട്സ് ഇൻ മൈ ബാഗ് കുറേ മുന്നേ ഇട്ടതാട്ടോ. അതിട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അതിലൊരു പാൻറ്റി ലൈനറിനെ കുറിച്ച് കാണിച്ചു കഴിഞ്ഞപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ഈ പാൻറ്റി ലൈനർ, എന്തിനാണ് അത് ഉപയോഗിക്കുന്നത്, അങ്ങനെ കുറേ കാര്യം. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ മനസ്സിലുള്ളൊരു ടോപ്പിക്കായിരുന്നു ഈ ഫെമിനിൻ ഹൈജീനിനെ പറ്റിയിട്ട് സംസാരിക്കണം. അതിനെക്കുറിച്ചിട്ട് കുറച്ച് എന്നെക്കൊണ്ട് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും, ഞാൻ ലൈറ്റ് മാറ്റിക്കൊണ്ടിരിക്കുക, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും അതിനെക്കുറിച്ചിട്ട് കുറച്ചൊക്കെ അവെയർ ആയിരിക്കും. പക്ഷെ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു രീതിയിലുള്ള ഒരു അവെയർനെസ് നിങ്ങൾക്ക് തരണം എന്നുള്ളത്. സോ പാൻറ്റി ലൈനർ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാം. യെസ്, ഇതാണ് പാൻറ്റി ലൈനർ. ഇത് ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. ഇത് ചിലപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അറിയുന്ന കാര്യമായിരിക്കും, കുറച്ച് പേര് മാത്രം അറിയാത്തതായിട്ടുണ്ടായിരിക്കും. അവർക്ക് വേണ്ടി മാത്രമേ പറയുന്ന, അല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇതാണ് നമ്മുടെ പാൻറ്റി ലൈനർ. നമ്മുടെ പാഡ് പോലത്തെ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഇത് നമുക്ക് പാഡ് വെക്കുമ്പോൾ ഡിസ്കംഫർട്ട് ഒന്നുമില്ല. നമുക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേയൊക്കെ നമ്മൾ ഇങ്ങനത്തെ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൻറ്റീസ് ഒന്നും കൂടെ ഹൈജീനായിട്ടുണ്ടായിരിക്കും. സോ ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വ്ളോഗ് ഇട്ട് കഴിഞ്ഞപ്പോൾ കുറേ പേരിനോട് ചോദിച്ചായിരുന്നു എവിടുന്നാണ് കിട്ടുക എന്നൊക്കെ. സോ നാട്ടിൽ എൻ്റെ കുറച്ച് കസിൻസും ഫ്രണ്ട്സും ഒക്കെ ചോദിച്ചിരുന്നു. സോ ഞാനിത് വാങ്ങിക്കാൻ വേണ്ടി നോക്കിയപ്പോഴാണ് ഞാൻ ട്രെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ ഫെമിനിൻ ഹൈജീൻ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ കണ്ടത്. അപ്പോൾ ഇതാണ് കേട്ടോ ട്രെൽ ആപ്പ്. ഇതിലെ ഷോപ്പിങ്ങിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നുണ്ടായിരുന്നത്. താഴത്തെ ഷോപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സെയിം ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ നമ്മളിവിടെ ഫെമിനിൻ ഇൻറ്റിമേറ്റ് ഹൈജീൻ പ്രൊഡക്ട്സ് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പ്രൊഡക്ട്സ്, ജസ്റ്റ് പാൻറ്റി ലൈനർ, പാഡ്, ടാംപോൺസ് മാത്രമല്ല ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഉണ്ട്. ഇതെന്നാണ് ഞാൻ പാൻറ്റി ലൈനേഴ്സ് നാട്ടിലോട്ട് എൻ്റെ ഫ്രണ്ട്സിനും കസിൻസിനും വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ അവർ കറൻ്റ്ലി 35% ഓഫാണ് എല്ലാ പ്രൊഡക്റ്റിൻ്റെ മുകളിലും കൊടുക്കുന്നത്. ഞാൻ ഈ സെക്കൻഡ് കാണുന്ന ഈ പ്രൊഡക്റ്റാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് 100% പ്യുവർ കോട്ടൺ ആണെന്നുള്ളത് തന്നെയായിരുന്നു എനിക്കിത് വാങ്ങിക്കാനുള്ള മെയിൻ ഒരു മോട്ടീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ 35% ഡിസ്കൗണ്ട് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാർട്ടിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ഇപ്പോൾ നിങ്ങൾക്ക് ആക്ച്വലി നല്ലൊരു ടൈമാണ് ട്രെല്ലൊന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൽ ജസ്റ്റ് ഫെമിനിൻ ഹൈജീൻ പ്രൊഡക്ട്സ് മാത്രമല്ല കേട്ടോ, നമ്മുടെ ബ്യൂട്ടി കെയർ പ്രൊഡക്ട്സ് എല്ലാം ഇതിലുണ്ട്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നൊരു ലാക്മേയുടെ 9 to 5 എന്താ പറയുക ലിപ്സ്റ്റിക്കിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, അത് ഈ താഴെ കാണുന്ന ഈ ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതും ഇപ്പോൾ 35% ഓഫിനാണല്ലേ. സോ നിങ്ങളെല്ലാവരും ഒന്ന് ട്രെൽ ആപ്പ് ചെക്ക് ചെയ്യൂ കേട്ടോ. ഇത് ആക്ച്വലി എൻ്റെ അത്ര പ്ലാൻഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കൊന്നും ആയിരുന്നില്ല. പക്ഷേ എനിക്ക് ഒരുപാട് ആൾക്കാർ എന്നോട് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്നു പാൻറ്റി ലൈനർ എവിടെയാണ് കിട്ടുക, എന്താണ് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. എനിക്ക് നിങ്ങൾക്ക് ഒരു കാര്യം കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. അത് നമ്മുടെ ടാംപോൺസ് ആണ്. അതായത് ഇപ്പം ഞാനാണെങ്കിലും കൂടുതൽ പാഡാണ് എൻ്റെ മെൻസ്ട്രൽ പീരിയഡിൽ ഞാൻ യൂസ് ചെയ്യാറ്. എനിക്ക് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാഡാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറ്. പക്ഷേ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ടായിരുന്ന ഒരു കാര്യം, അത് പെർഫ്യൂംഡ് ആണോ അല്ലേ എന്നുള്ളതാണ്. കാരണം പെർഫ്യൂംഡ് ആയിട്ടുള്ള പാഡ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാലുള്ള എന്തൊക്കെയാണ് അതിൻ്റെ ഭവിഷ്യത്ത് എന്നുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ദോഷം എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ നിങ്ങളൊന്ന് ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക. കുറേ സംസാരിച്ചുകൊണ്ടതുകൊണ്ട് ഇങ്ങനെ വെള്ളം തൊണ്ടയിൽ വറ്റുന്ന പോലെ തോന്നുന്നു.
അപ്പോൾ നിങ്ങൾ തന്നെ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക പെർഫ്യൂംഡ് പാഡ്സ് യൂസ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അതുകൊണ്ട് ഞാൻ നാട്ടിലായിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ പ്യുർ കോട്ടൺ പാഡ്സിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതായത് ഒരു പെർഫ്യൂംഡും അല്ല, ഒരു അൾട്രാ തിൻ അങ്ങനത്തെ ഒരു സാധനവും ഇല്ല, അങ്ങനത്തെ ഒരു ബേസിക് കോട്ടൺ പാഡ്സിലോട്ട് മാറിയിട്ടുണ്ടായിരുന്നു. എല്ലാ ഒരു 3 to 4 ഹവേഴ്സിലും ചിലപ്പോൾ മാറ്റേണ്ടി വരും, പക്ഷേ ഹെൽത്തിന് ഏറ്റവും നല്ലത് അതാണ്. അതുകൊണ്ട് നിങ്ങൾ കഴിവതും കോട്ടൺ പാഡ്സ്, ബ്രാൻഡൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് പ്യുവറായിട്ടുള്ളൊരു കോട്ടൺ പാഡ്സ് ആണെന്ന് തോന്നുന്നത് നിങ്ങൾ ഉപയോഗിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ടാംപോൺസ്. 90% ആൾക്കാർക്കും അറിയുന്നുണ്ടായിരിക്കും എന്താ ടാംപോൺസ് എന്ന്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ബ്രീഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കാണുന്ന സാധനമാണ് ടാംപോൺസ്. ഇതൊരു പ്ലാസ്റ്റിക് കവറിൽ അവർ കോട്ട് ചെയ്തിട്ടാണ് വരുന്നത്. ഇതിൻ്റെ എൻഡിൽ കണ്ടോ ഒരു ത്രെഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. മുകളിൽ കാണുന്ന പോർഷനാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ഇത് നല്ല ഫ്ലോ ഉള്ള ദിവസം ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതായത് നമ്മൾ 2nd day 3rd day ഒക്കെ യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് വലുതായി ഒരു റാറ്റ് അത്രയ്ക്കൊരു സൈസാവും. എന്നിട്ട് നമുക്ക് ഈ ത്രെഡ് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയിട്ട് പുറത്ത് പോരും ചെയ്യും. ഇത് കംപ്ലീറ്റ് കോട്ടൺ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ നിങ്ങൾക്ക് ഫുൾ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഫുൾ കോട്ടൺ ആണ്. പിന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു എന്താ പറയുക പീരിയഡ്സ് ആയിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. പാഡ് ഉപയോഗിക്കുമ്പോഴുള്ള സ്മെല്ലോ പുറത്തേക്ക് എടുക്കുമ്പോൾ എന്തായാലും ആ സ്മെല്ലുണ്ടാവും. അല്ലാതെ ത്രൂ ഔട്ട് ആ ഒരു സ്മെല്ലോ ഇത് നമുക്ക് ലീക്കാവോ ഭയങ്കര ചൂട് റാഷസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഡിസ്കംഫർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഈ സാധനം വെക്കുമ്പോൾ ആദ്യത്തെ 2-3 ദിവസം കുറച്ചൊരു ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യും. പക്ഷേ ഉപയോഗിച്ച് നമുക്ക് ഇത് ആക്ച്വലി ഭയങ്കര നല്ലതാണ്. മെൻസ്ട്രൽ കപ്പ് പോലെയൊക്കെ തന്നെ ഉള്ളതാണ്. മെൻസ്ട്രൽ കപ്പും നിങ്ങൾക്ക് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. പക്ഷേ ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല മെൻസ്ട്രൽ കപ്പ്. അതുകൊണ്ട് കംപ്ലീറ്റ് ഡീറ്റെയിൽ പറയാൻ എനിക്കറിയില്ല. എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ട്രൈ ചെയ്തൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ടാംപോൺസ് എന്തായാലും നല്ലതാണെന്ന് എനിക്ക് പറയാൻ പറ്റും, ഞാൻ ട്രൈ ചെയ്തുകൊണ്ട്. ആൻറ്റി ലൈനേഴ്സും ഫെമിനിൻ ഹൈജീൻ ആയിട്ടുള്ള കാര്യങ്ങളും ഈ ആപ്പിലുണ്ട്. നിങ്ങളൊന്ന് ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് നിങ്ങളൊന്ന് നോക്കി നോക്കൂ. കാരണം നമുക്ക് ഹൈജീൻ ഇല്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്മുടെ വൃത്തിക്ക് തന്നെയാണ്. സോ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ബേസിക് ഹൈജീൻ ഒന്നും എടുക്കാതെ നിങ്ങൾ ഇരിക്കരുത്. അത് നിങ്ങൾ വേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക. ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു അറിവ് എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ തന്നൂന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ ഉണ്ടായത്. അപ്പോൾ ഞാൻ ബാക്കി ഷവർമ ഉണ്ടാക്കട്ടെ. അതിന് മുന്നേ ഒരു ചെറിയ അപ്ഡേറ്റ് പറയാനുള്ളത്, ദീപ ചേച്ചിക്ക് കൊടുക്കാത്ത മടി, അതുകൊണ്ട് ദീപ ചേച്ചി ഇങ്ങോട്ട് വരുന്നില്ല, നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഞാൻ ഷവർമയുടെ കുറച്ച് ബേസിക് സാധനങ്ങളൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോഴേക്കും ദിബിൻ ചേട്ടൻ പിക്ക് ചെയ്യാൻ വേണ്ടി വരാമെന്ന് പറഞ്ഞു. സോ വി ആർ ഗോയിങ് ടു ദീപ ചേച്ചീസ് ഹോം. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ വിഷ്ണു സെയിം കളറാണ്. വിഷ്ണു ഞാൻ ലൈറ്റർ ഷെയ്ഡും താൻ ഡാർക്ക് ഷെയ്ഡും. വിഷ്ണുവിന് തലവേദന ഉണ്ട് വൈകുന്നേരം തൊട്ടിട്ട്. വിഷ്ണു നമ്മൾ വെറുതെ ഡിസ്റ്റർബ് ചെയ്യണ്ട. ഓക്കെ, വിഷ്ണുവിന് തലവേദന ഉണ്ട് വൈകുന്നേരം തൊട്ടിട്ട്. അപ്പോൾ വിഷ്ണുവിന് ഞാനൊരു ഹെഡ് മസാജൊക്കെ കൊടുത്ത് ഇപ്പോൾ കുളിച്ച് 2ാമത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെയും തലവേദന ട്രിഗറായി എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിന് മുന്നേ ദൈവത്തിന് വിളക്കൊക്കെ കൊടുത്തി പുള്ളി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ നമ്മൾ ഷവർമ ഉണ്ടാക്കാൻ പോവുകയാണ്. സോ ഷവർമ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഇവിടെ മാവ് കുഴക്കുന്ന മെയിൻ ആള് നമ്മുടെ വിഷ്ണു ബ്രോ ആണ്. കാരണം ഇതിങ്ങനെ കുറേ നേരം ഇങ്ങനെ ഇടിച്ച് പരത്തി കുഴക്കണ്ട. സോ അതെനിക്ക് പറ്റില്ല. അപ്പോൾ ഇത് ഞാൻ മാവ് കുഴച്ചു. ഇതിൻ്റെ പ്രൊപ്പോർഷൻ ഞാൻ പറയാൻ എന്താണെന്നുള്ളത്, ഞാനൊരു 1 tablespoon ഈസ്റ്റും ഒരു 1 tablespoon ഷുഗറും എടുത്തിട്ട് 1/2 glass വാട്ടറിൽ മിക്സ് ചെയ്തതിന് ശേഷം നന്നായി ബീറ്റ് ചെയ്തിട്ട് ഒരു 2 കപ്പ് മൈദയും 1 കപ്പ് ആട്ടയെടുത്തു. യൂഷ്വലി ഷവർമയുടെ നമ്മൾ കുബൂസ് ഉണ്ടാക്കുമ്പോൾ മൈദ മാത്രമേ എടുക്കാറുള്ളൂ. പക്ഷെ എനിക്ക് എപ്പോഴും മൈദ വെച്ചുണ്ടാക്കുമ്പോൾ ഇങ്ങനെ റബ്ബർ പോലെയാവും. ചിലപ്പോൾ അത്ര നന്നായി ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ടായിരിക്കും. സോ ഞാനൊരു 1 കപ്പ് ആട്ട കൂടെ എടുത്തു, 2ഉം കൂടെ മിക്സ് ചെയ്തു. പിന്നെ അതിക്ക് ഞാൻ ആഡ് ചെയ്യുന്ന ലൂക്ക് വാം വാട്ടറാണ്. ഭയങ്കര വാമും അല്ല ഭയങ്കര കൂളും അല്ല, അങ്ങനത്തെ വാട്ടർ ആഡ് ചെയ്തു. പിന്നെ നമ്മുടെ നേരത്തെ ഈസ്റ്റ് ഷുഗർ മിക്സും കൂടെ ആഡ് ചെയ്ത് നന്നായി കുഴച്ച് ഇടിച്ച് പരത്തി എടുത്തിട്ടുള്ള നമ്മുടെ മാവാണ് ഈ ഒരു മാവ്. ഇത് ഞാൻ ഒരു ടിഷ്യൂ വെറ്റാക്കിയത് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. കാരണം ഞാൻ ഇത് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നില്ല, ദീപ ചേച്ചിയുടെ അവിടത്തിട്ട് ഉണ്ടാക്കുന്നുള്ളൂ. ഇവിടെ നിന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഭയങ്കര ഹാർഡായി പോകുമെന്ന് എനിക്കൊരു പേടി. സോ ഞാനത് ഇവിടെ നിന്ന് ഉണ്ടാക്കുന്നില്ല. ഇന്നലെ ഞാൻ ബിരിയാണി ഇട്ടത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ബിരിയാണി ഉണ്ടാക്കിയത് ഇൻസ്റ്റാഗ്രാം സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു.
അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചു ഞാൻ ഈ പാത്രം എവിടുന്നാണ് വാങ്ങിച്ചത്, ഇത് കാസ്റ്റ് അയൺ ആണോ അതോ ഇത് നോൺ സ്റ്റിക്ക് ആണോ എന്താണെന്നുള്ളത്. സോ ഇത് നല്ല കാസ്റ്റ് അയൺ ആണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഞാൻ പിടിക്കുന്നത് കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഞാൻ വാങ്ങിച്ചത്, എനിക്കറിയില്ല നാട്ടിലുള്ളവർക്ക് എത്ര ഇൻഫോർമേറ്റീവാണ് ഇപ്പം ഞാൻ പറയുന്നതെന്നുള്ളത്, പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്ക് വേണ്ടി ഞാനിത് വാങ്ങിച്ചത് ആൽബർട്ടൈൻ എന്നാണ്. ഇവിടുത്തെ ഒരു ഡച്ച് സൂപ്പർ മാർക്കറ്റാണത്. അവിടെ ഞാൻ കാണിച്ചു തന്നു. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ സ്റ്റിക്കേഴ്സ് കളക്ട് ചെയ്തിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നത്. അങ്ങനെ ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു കാസ്റ്റ് അയൺ ആണിത്. ഇത് നമ്മുടെ ചിക്കനാണ്. ഞാനിത് മറ്റേ ഫ്രിഡ്ജിൽ വെച്ചിരിക്കുകയായിരുന്നു മാരിനേറ്റ് ചെയ്തിട്ട്. സോ ഇതിൻ്റെ ബേസിക് മാരിനേഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് എൻ്റെ അടുത്ത് മറ്റേ സാധനം ഉണ്ടായിരുന്നു, എന്താണ് പറയുക, ഗ്രിൽ ചിക്കൻ്റെ മിക്സ്. അത് ഞാൻ വാങ്ങിച്ചാണ്, ഞാൻ ഉണ്ടാക്കിയതല്ല. അതിൻ്റെ എല്ലാം കൂടെ പൊടികൾ ചേർത്ത് ഉപ്പും നാരങ്ങ നീരും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുത്തതായിരുന്നു. നമുക്ക് വേണ്ടത് കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാൻ ഷവർമ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മാക്സിമം വെജിറ്റബിൾസ് അകത്ത് പോകാന്നുള്ളതാണ്. സോ ഞാനതിൽ ചിലപ്പോൾ ബീൻസ് ഇടും, തക്കാളി ഇടും, ക്യാരറ്റ് ഇടും, ക്യാബേജ് ഇടും, ഉള്ളി ഇടും. സോ എനിക്ക് എത്ര അറിയില്ല ഇതിനെ ഷവർമ എന്ന് വിളിക്കാൻ പറ്റുന്നത്, പക്ഷേ ഇതൊരു ഭയങ്കര ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സാധനമാണ്. ഓക്കെ, നിങ്ങൾക്കറിയുന്ന ഷവർമയിൽ ചിലപ്പോൾ ക്യാരറ്റും തക്കാളിയൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ എൻ്റെ ഷവർമയിൽ ഇതൊക്കെയുണ്ട്. ഇവിടെ കിട്ടുന്ന ക്യാബേജ് ഇതേ കണ്ടോ, നമുക്ക് മുറിച്ച് കിട്ടും. ഹെയർ വാഷ് എന്ന് എഴുതിയത്, അതുകൊണ്ട് പിന്നെ അത് വാഷ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കട്ട് ചെയ്തിട്ടുമുണ്ട്. ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. നമ്മളിങ്ങനെ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ട് പകുതി മാത്രം നമ്മൾ എടുത്ത് വെക്കില്ലേ, അപ്പോൾ അതായത് നമുക്കിങ്ങനെ കവർ ചെയ്ത് കിട്ടും. ഇത് ഇക്കേന്ന് വാങ്ങിച്ചാണ്. ഇതിലും ചെറിയ സൈസ് ഉണ്ടായിരുന്നു കേട്ടോ ആക്ച്വലി, പക്ഷേ അത് കാണാനില്ല. അപ്പോൾ ചിക്കനൊക്കെ വറുത്ത് കഴിഞ്ഞു. ഞാൻ മയണൈസ് ഉണ്ടാക്കി. ഇത് എഗ്ഗ് ഉള്ള മയണൈസാണ്. പിന്നെ നമ്മുടെ ഷവർമ മിക്സ് ഞാൻ കവർ ചെയ്തു. ഇത് കുറച്ച് കുക്കുംബർ മാറ്റിയെടുത്തു. പിന്നെ നമ്മുടെ മാവ് കുഴച്ചതും കൂടെ എടുത്ത് നമ്മൾ പോവുകയാണ് ദീപ ചേച്ചിയുടെ വീട്ടിലേക്ക്. സോ നമ്മുടെ ദിബിൻ ചേട്ടൻ ഇവിടെ എത്തിയിട്ടുണ്ട്, ബാഡ്മിൻ്റൺ ഒക്കെ കഴിഞ്ഞിട്ട്. എൻ്റെ വ്ളോഗിൽ ഇത്ര കോപ്പറേറ്റ് ചെയ്യുന്ന ഒരാളില്ല. ഗൈസ്, നമ്മൾ ഷടപടെ ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അയ്യോ, ഫുൾ ഇരുട്ടായി. ആരോ ഡോറ് തുറന്നിട്ട് പോയിക്കാണ്. ദിബിൻ ചേട്ടൻ അത് പോയി അടയ്ക്കാൻ പോവാ. ഗൈസ്, ഐ എം റിയലി സോറി, എനിക്ക് ഒന്നും കാണിക്കാൻ പറ്റില്ല. ഞാൻ എന്താ കുക്ക് ചെയ്ത് നല്ല ഷടപടപടപടേ എന്ന് പറഞ്ഞിട്ടുള്ള കുക്കിംഗ് ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. എന്താ ചിരിക്കണം കേട്ടോ? നമ്മളൊന്ന് സാധനം ഇറക്കുമ്പോ എന്ത് കെയർഫുൾ ആയിട്ട് ഇറക്കേണ്ടായിരുന്നു. ഇവിടെ ഓരോണ്ട് ലാലുവിന്റെ വണ്ടി ഇതൊക്കെ ഇവിടെ ഡോറടച്ചോ ഇതടച്ചോ. ഇവിടെ ആൾക്കാർ ഭയങ്കര സത്യസന്ധമാനുണ്ട്. വണ്ടിക്ക് തുറന്നു ചാവി ഉണ്ടോ? അങ്ങനെ ഇപ്പൊ സമയം 12 മണി. നമ്മൾ ദീപ ചേച്ചിയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഗൈസ്, നിങ്ങൾക്ക് ഇത് വല്ലതും കാണുന്നുണ്ടോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ ഞങ്ങളിത് അവിടെ ദീപ ചേച്ചിയോടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്ലാറ്റിലോട്ട്. ഫുഡ് എടുത്തില്ല.
അവിടുത്തെ കിച്ചണിൽ ഇറങ്ങി, ഇനി ഇവിടുത്തെ കിച്ചണിൽ കയറാൻ പോയി. കുടുംബിനികളുടെ ഓരോ ബുദ്ധിമുട്ട്. ഈ കണ്ണട ആക്ച്വലി ഒരു ഇത് ആക്ച്വലി റോസ് ഗോൾഡ് ആണ്, ഗോൾഡ് അല്ല. നമ്മൾ ആ ഗ്രൈൻഡർ ഒന്ന് ശരിയായിട്ടാണോ കല്ല് തിരിയണേ എന്ന് അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ വിഷ്ണു അത് അനലൈസ് ചെയ്യുന്നുണ്ട്. അവസാനം കല്ല് ശരിയായിട്ടായിരുന്നു തിരിഞ്ഞത്. ഈ ടേസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. ഈ മിക്സ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. ഈ ഷവർമ റോൾ ചെയ്യുന്ന ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ശരിക്കും പറഞ്ഞാൽ കൂടിയാണ് മനസ്സിലാക്കണം. എനിക്ക് ആക്ച്വലി ഇത്ര ആവശ്യമില്ല. നല്ല ഈ ബീച്ചിലൊക്കെ കടല വിൽക്കുന്നതിന് നല്ല എക്സ്പീരിയൻസ് തോന്നുന്നു. ഇത് എവിടെ തുറക്കണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇഷ്ടമുള്ള സ്ഥലത്ത് സെക്കൻഡ് റാങ്ക് ആയിട്ടാ. പിന്നെ ഇതിനുള്ള ഷവർമ ഉണ്ടെന്നത് അവള് ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഷവർമയ്ക്ക് ഞാനാണോ അവള് ഒളിപ്പിച്ച് വെച്ചത് നമുക്ക് മനസ്സിലായി. ഇതിനുള്ള എവിടെ ഉണ്ട് ഞാൻ എങ്ങനെ കഴിക്കും? ഇത് ബട്ടർ പേപ്പർ ഇടാൻ അങ്ങനെ കയറാൻ പറ്റില്ല. എനിക്ക് പ്ലേറ്റ് എനിക്ക് ഇപ്പൊ ഞാൻ പറഞ്ഞത് 2 പ്ലേറ്റ് കൂട്ടി വളരെ കൂട്ടി നേരം പോരാടിയതിന്റെ ശേഷം ഷവർമ കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പൊ നമ്മൾ കഴിക്കാൻ പോവുകയാണ്. ഫസ്റ്റ് ബൈറ്റാണ്. അടിപൊളിയോ? ഷവർമ അല്ലെങ്കിലും ഭയങ്കര ന്യൂട്രീഷ്യസ് ആണ്. ന്യൂട്രീഷ്യസ് ആണ്. എനിക്ക് തോന്നുന്നു കൊറോണ എനിക്ക് വല്ല വീട്ടിൽ വലിയ ഗുണമില്ല. വലിയ ഗുണമില്ലാന്നോ? അവന് കൊടുക്കണ്ട. സൂപ്പറാണ് മുഴുവൻ. എനിക്ക് കഴിക്കൂ. എന്തല്ലേ നമ്മൾ ഈ സദ്യയിലൊക്കെ മറ്റേ കഴിച്ച് എൻജോയ് ചെയ്ത് ഓൾറെഡി ഒരു കടി കഴിച്ചു. അതാണ് നമ്മൾ എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോ ക്യാമറ കൊണ്ട് വരും. എനിവേസ് അടിപൊളി സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് ലൈക്ക് പക്ഷെ നാട്ടിലെ ഷവർമയായിട്ട് കമ്പയർ ചെയ്യരുത്. നാട്ടിലെ ഷവർമ കഴിച്ചത് എനിക്ക് ഓർമ്മയില്ല. ദിസ് ഈസ് സംതിങ് വെരി ന്യൂട്രീഷ്യസ്. യു നോ തക്കാളി നാട്ടിൽ പോയിട്ട് ചൈനീസ് റെസ്റ്റോറന്റ് പോയിട്ടുണ്ട്. അവിടെ അവന്മാര് കഴിക്കുന്നുണ്ടോ? എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുത്താൽ അവസാനം അവര് വെറും ചോറ് കഴിക്കാറ്. നീ ഇതെന്ത് കഴിക്കുന്നു?
ഈ ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് ഇതൊന്നും കഴിക്കാൻ പാടില്ല. പക്ഷെ എന്റെ സിൻസിയറായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം, ദിവിൻ ചേട്ടന് കക്കരിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ കക്കരിക്ക് മാറ്റി വെച്ചു. മുഴുവൻ എടുത്ത് നിന്നോ? അത് മുഴുവൻ അവള് വറക്കെടുത്തിട്ട് ആ പ്ലേറ്റിലിട്ടവരുണ്ട്. സോ ഞാൻ എന്റെ എളിമയായ എന്റെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്. അങ്ങനെ ഞങ്ങൾ ഷവർമയൊക്കെ കഴിച്ച് കിടന്നുറങ്ങി. വീണ്ടും ഞാൻ സൈൻ ഓഫ് പറയാൻ മറന്നിരിക്കുന്നു. എന്തൊരു റെസ്പോൺസിബിൾ അല്ല ഞാൻ. പക്ഷേ നിങ്ങൾ അത്ര റെസ്പോൺസിബിൾ ആവണ്ട. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, വണക്കം, ടാറ്റാ.